ഇന്ന് നമുക്ക് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് കണ്ടാലോ. ഇത് വന്നിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്, ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ചിരി വന്നു, പക്ഷേ ഈ ഒരു ഡ്രസ്സിന് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഒരു ജ്വല്ലറി വരുന്നത് ഇതാണ് കേട്ടോ. ഒരു ഹാരം ടൈപ്പിൽ വരുന്നതാണ്. അതിലിങ്ങനെ അതിൻ്റെ ലോക്കറ്റാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. നല്ല അത്യാവശ്യം ഹെവി ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നലെ കാണിക്കണ ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറഞ്ഞില്ലേ. ഒക്കെ ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിലാണ്. ഇതിനൊരു 400 സംതിങ് ഒക്കെയാണ് വരുന്നത്. ആ ഒരു മലയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ. നല്ല കണ്ടോ, അതിലിങ്ങനെ എന്തോ രൂപം ഞാൻ മറന്നു കേട്ടോ. ദേവി എന്തോ ആയിരുന്നു തോന്നുന്നു. യെസ്, സരസ്വതി ദേവി ആയിരുന്നു അതിന് ലോക്കറ്റിൽ. അതിൻ്റെ അടിയിലിങ്ങനെ ബീഡ്സൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വലിയ കമ്മലാണ്. നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. ആ കമ്മലും ആ മാലയും ചേർച്ചയില്ല, പക്ഷേ രണ്ടും സെപ്പറേറ്റ് നോക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു വലിയ കമ്മൽ എന്ന് പറയാം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കമ്മലിടുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും മാല ഒഴിവാക്കുന്നതായിരിക്കും നല്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചോക്ക ടൈപ്പിൽ വരുന്നതാണ്. അതിലിങ്ങനെ നമ്മളുടെ എന്താ പറയുക, ഒരു റൗണ്ട് ഒരു ചക്രം, എന്താ പറയുക, സുദർശന ചക്രം പോലത്തെ ഒരു ഡിസൈനിൽ സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഓരോ ഇതിൻ്റെ റൗണ്ടിൻ്റെ ഉള്ളിലും ഒരു റെഡ്, ഗ്രീന് അങ്ങനെ കളറിലായിട്ട് സ്റ്റോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള മാലയല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മാലയാണ്. നല്ല സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നല്ല സാരി കൊടുത്ത് അതിൻ്റെ കൂടെ നന്നായി ഭംഗി ചേരും കേട്ടോ. അതിന് നമുക്കിത് ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ഒരു സ്റ്റഡ് അതും കൂടെ വരുന്നുണ്ട്. രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഇട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പവറാക്കണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള മാല. ഇതിന് ചെറിയൊരു ചെയിനിൽ ഒരു ഭയങ്കര കുഞ്ഞൊന്നല്ല, എന്നാലും നമ്മളിപ്പോൾ കാണിച്ചു പോകുന്ന സമയത്ത് ചെറിയൊരു ലോക്കറ്റാണ്. ആ ലോക്കറ്റിൽ വരുന്നത് ഒരു മയിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മയിലാണ്. അതേപോലെ ഒരു ഗ്രീൻ സ്റ്റോണൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇങ്ങനത്തെ മാലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ. എന്താ മെസ്സേജാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു വയ്ക്കണം അതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളുടെ കഴിഞ്ഞ വർഷം മഞ്ജു വാര്യർ ഇട്ടിട്ട് എന്താ പറയുക ഭയങ്കര ട്രെൻഡിങ്ങിലായിട്ടായതൊരു മാലയാണ്. നമ്മുടെ ലോട്ടസ് ഡിസൈനിൽ വരുന്ന താമര. നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു സെയിം പാറ്റേണിലാണ് അതിൻ്റെ കമ്മൽ വരുന്നത് കേട്ടോ. ഞാൻ നോക്കുമായിരുന്നു, കാരണം മുന്നിൽ കണ്ണാടി ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഫോണിലെ ക്യാമറയിലൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് അതും തിരിഞ്ഞ് കിടക്കണുണ്ടത്. അന്ന് ഈ ഒരു മാല ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും അതിൻ്റെ ട്രെൻഡ് പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷമെങ്കിലും മേടിക്കാം. കഴിഞ്ഞ വർഷമോ മേടിച്ചിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഏറ്റവും വീണ്ടും ഞാൻ പറയട്ടെ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നല്ല ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ഒരു സ്റ്റഡും കൂടിയാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതിലൊന്നും എനിക്ക് ഭയങ്കര ഒരു ഫ്രീക്ക് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കറിയാൻ പറ്റില്ല. അത് ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ നമ്മളെ മറ്റേ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ചൊരു കളർഫുൾ ആയിട്ട് ഡ്രസ്സാണ്. അതിൻ്റെ മേലിട്ട് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പക്ഷേ ഈ ഒരു ഡ്രസ്സിൻ്റെ അപ്പോൾ എനിക്ക് എന്താ നല്ല ഒരു മാല നല്ല ഭംഗിയിൽ വരുന്ന പോലെ തോന്നി കേട്ടോ. വലിയ ലോക്കറ്റും അതേപോലെ തന്നെ ആ ഒരു സെയിം ലോക്കറ്റില്ല, നമ്മൾ ആ മാലയിൽ വരുന്ന ഡിസൈനിൽ അതേപോലെ കമ്മലൊക്കെ വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ബൈ.